ഹലോ, 9ാം ക്ലാസ്സിൻ്റെ ബയോളജി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നു, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നോക്കാം, കിങ്ഡം അനിമാലിയയിൽ ഉൾപ്പെടുന്ന ഫൈലങ്ങളും അതിൻ്റെ എക്സാമ്പിൾസും തന്നിട്ടുണ്ട് നമുക്ക്, അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് പഠിക്കണം, എല്ലാത്തിൻ്റെയും ഓരോ എക്സാമ്പിൾ വീതം പഠിക്കണം. ഇപ്പോൾ പോറിഫറ ആണെങ്കിൽ അതിൽ സ്പോഞ്ചുകളുണ്ട്, അല്ലേ? അപ്പോൾ നിഡറി ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്ര, ജെല്ലി ഫിഷ്, അതുപോലെ തന്നെ പ്ലാറ്റി ഹെൽമന്തസ് ഉണ്ട്, നെമറ്റോഡ് ഉണ്ട്. അപ്പം നമ്മളോട് ചോദിക്കുന്നത് മിക്കവാറും ഇങ്ങനെ ഫൈലം തന്നിട്ട് അതിൽ ഉൾപ്പെടുന്ന ജീവികളെ ഏതാണെന്ന് കണ്ടെത്താനായിരിക്കും. ഇപ്പോൾ ആനിലിഡ് ഉണ്ട്, ആർത്രോപോഡ് ഉണ്ട്, അല്ലേ? പിന്നെ മൊളസ്ക് ആൻഡ് എക്കിനോഡെർമറ്റ. അപ്പോൾ നമുക്ക് കുറച്ച് സ്പീഷീസിൻ്റെ പേര് തരും, എന്നിട്ട് അവരൊക്കെ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിക്കുകയായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാം ഒന്ന് പഠിച്ചു വെക്കണം, അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഫൈലം തന്നിട്ടുണ്ട്, സവിശേഷത തന്നിട്ടുണ്ട്, ഉദാഹരണം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഏതാണെന്നാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം അത് നെമറ്റോഡാണ്, അല്ലേ? നീണ്ടുരുണ്ട ശരീരമുള്ള വിരകളാണ്, കൊക്കപ്പുഴാണ് അതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് ഫൈലം തരും, പിന്നീട് കുറച്ച് ഉദാഹരണം തരും. അപ്പം നമുക്ക് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? അടുത്ത ഭാഗം എന്ന് പറയുന്നത് പല്ലിൻ്റെ ഘടനയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പല്ലിൻ്റെ ഘടന ഒന്ന് പഠിക്കണം. പിന്നീട് ഇതിൽ ഏതെല്ലാം പോർഷൻസ് വരുന്നുണ്ട്, ഇനാമൽ ഉണ്ട്, ഡെൻറ്റൈൻ ഉണ്ട്, പൾപ്പ് കാവിറ്റി, അതുപോലെ തന്നെ സിമൻറ്റം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിരിക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ പല്ലിൻ്റെ സ്ട്രക്ചർ നന്നായിട്ട് ഓർമ്മ ഉണ്ടാവണം. ഓക്കെ ആണല്ലോ? ഇനി ഈ ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതാ നോക്കാം, നമുക്ക് ഇതുപോലെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്, വൈ എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതാനാണ്. അവ ഓരോന്നിൻ്റെയും ഓരോ സവിശേഷതയും എഴുതണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ആൻസർ നോക്കാം. ഡെൻറ്റൈനും പൾപ്പും ആണ്. ഞാൻ ഒന്നുകൂടെ പിക്ചർ കാണിക്കാം കേട്ടോ. ഡെൻറ്റൈൻ്റെ നോക്കുക, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ്. പൾപ്പാണെങ്കിലോ, പൾപ്പ് കാവിറ്റിയിൽ കാണുന്നു മൃദുവായ യോജക കലയാണ്, അല്ലേ? പൾപ്പ് കാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കലയാണ് ഡെൻറ്റൈൻ. പിന്നീട് രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും ഇവിടെ കാണപ്പെടുന്നുണ്ട്, അല്ലേ? അപ്പം നോക്കുക, എക്സ് ഡെൻറ്റൈനും വൈ പൾപ്പ് കാവിറ്റിയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ഒഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല. അപ്പോൾ നമുക്കറിയാം ഒഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ കാണപ്പെടുന്നത് നമ്മുടെ പൾപ്പ് കാവിറ്റിയിലാണല്ലേ? ഓക്കെ, പൾപ്പ് കാവിറ്റിയിലാണ് അത് കാണപ്പെടുന്നത്, അല്ലേ? അടുത്തത് നോക്കാം. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല, അത് സിമൻറ്റം ആണല്ലേ? സിമൻറ്റം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പല്ലിൻ്റെ ഭാഗത്തുനിന്ന് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ പല്ലിൻ്റെ സ്ട്രക്ചർ ഒന്ന് പഠിക്കുക, പിന്നെ അതിൽ തന്നിട്ടുള്ള പോയിന്റ്സ് നന്നായിട്ടൊന്ന് വായിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളോട് മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. പേശിയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേശി ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കാം. രേഖാങ്കിത പേശി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അത് നമുക്കറിയാം സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണല്ലേ? അത് എവിടെയാണ്, അത് എങ്ങനെയാണ് കാണപ്പെടുന്നത്? അസ്ഥികളുമായിട്ട് ചേർന്നാണ് കാണപ്പെടുന്നത്. മിനുസപേശിയാണെങ്കിലോ, മിനുസപേശി സ്പിൻഡിൽ ആകൃതിയിലാണ്, അല്ലേ? ഓക്കെ, പിന്നീട് അത് എവിടെ കാണപ്പെടും? ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിൽ കാണപ്പെടുന്നു. ലാസ്റ്റ് വൺ ഹൃദയപേശി, ശാഖകളായി പിരിഞ്ഞ കോശങ്ങൾ, അല്ലേ? അത് ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നു. ഓക്കെ ആണല്ലോ? ആൻസർ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓരോ പേശി, അതിൻ്റെ ഷേപ്പ്. ഓക്കെ ആണല്ലോ? പേശികൾ, അതിൻ്റെ ഷേപ്പ് പഠിക്കണം, അതെവിടെയാണ് കാണപ്പെടുന്നത് എന്നുള്ളതും പഠിക്കാം. ഓക്കെ, അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പേശി സങ്കോചവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങൾ ഫ്ലോ ചാർട്ടായിട്ട് ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എ മുതൽ എഫ് വരെ തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇതെങ്ങനെയൊന്ന് ഓർഡർ ചെയ്യാം, ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മൾ ബി ആണ് വരുന്നത്, അല്ലേ?
ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓർഡർ ഞാനിവിടെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. അപ്പോൾ BDAFCE അതാണ് അതിൻ്റെ ഓർഡർ. ഓക്കെ ആണല്ലോ. ഇതാ B, അടുത്തത് BDA, 3 കഴിഞ്ഞ് പിന്നെ F അല്ലേ, FC and E. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിവിടെ 2 കോളം തന്നിട്ടുണ്ട്, ഐച്ഛിക പേശിയും അനൈച്ഛിക പേശിയും അല്ലേ. അപ്പോൾ ഇവിടെ ബോക്സിൽ കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഏതൊക്കെയാണ് ഐച്ഛിക പേശിയിൽ വരുന്നത്, ഏതൊക്കെ പോയിൻറ്റ്സാണ് അനൈച്ഛിക പേശിയിൽ വരുന്നതെന്ന് പറഞ്ഞ് തരം തിരിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഐച്ഛിക പേശിയിൽ വരുന്നത്, ഐച്ഛിക പേശി ദണ്ഡാകൃതിയാണ് അല്ലേ. യെസ്, അപ്പോൾ ഒരു പോയിൻ്റ് കിട്ടി. അടുത്തത് എന്താണ്, അവിടെ കുറുവരകൾ കാണപ്പെടുന്നു. ഓക്കെ ആണല്ലോ. അനൈച്ഛിക പേശിയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സ്പിൻഡിലാകൃതിയാണ് അല്ലേ. യെസ്, അപ്പോൾ അനൈച്ഛിക പേശി സ്പിൻഡിലാകൃതിയാണ്, അതുപോലെ തന്നെ ആമാശയത്തിൽ കാണപ്പെടുന്നു. സെറ്റല്ലേ. ഇത് 2 എണ്ണം ഐച്ഛിക പേശിയിൽ വരുന്ന പോയിൻറ്റ്സും അനൈച്ഛിക പേശിയിൽ വരുന്ന പോയിൻറ്റ്സും പഠിക്കണം കേട്ടോ. ആ പേശികളുടെ ഷേപ്പ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മുടെ അസ്ഥികൂടം അല്ലേ. ഹ്യൂമൻ സ്കെൽട്ടൻ, മനുഷ്യ അസ്ഥികൂടം. അത് അക്ഷാസ്ഥികൂടം ഉണ്ട്, അനുബന്ധ അസ്ഥികൂടം ഉണ്ട്. ഓക്കെ ആണല്ലോ. ഈ ചാർട്ട് ഒന്ന് നോക്കുക. ഇനി നമുക്ക് അസ്ഥികൂടം എന്ന ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം കേട്ടോ. ഇവിടെ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏത്, മറ്റുള്ളവയുടെ പൊതു സവിശേഷത എന്ത്. അപ്പോൾ നോക്കാം, നമുക്ക് തലയോടാണ് ഇവിടെ ഒറ്റപ്പെട്ടത് അല്ലേ. ഓക്കെ ആണല്ലോ. അതെന്തുകൊണ്ടാണ്, സോറി കേട്ടോ, തലയോടല്ല, നമ്മുടെ തോൾവലയാണ് അല്ലേ. യെസ്, അതെന്തുകൊണ്ടാണ്, മറ്റുള്ളതെല്ലാം അക്ഷാസ്ഥികൂടാണല്ലേ. മനസ്സിലായല്ലോ. തോൾവലയാണ് കേട്ടോ തന്നിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത്. മറ്റുള്ളവയുടെ പൊതു സവിശേഷത എന്ന് പറയുന്നത് അതെല്ലാം അക്ഷാസ്ഥികൂടാണ്. ഞാൻ നേരത്തെ സ്ക്രീൻഷോട്ട് ഒന്നുകൂടെ കാണിക്കാം. ഇതാ നോക്കൂ, നമുക്ക് തന്നിട്ടുള്ളത് തലയോട്, നട്ടെല്ല്, വാരിയലും തോൾവലയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ തോൾവലയം വരുന്നത് അനുബന്ധ അസ്ഥികൂടത്തിലും മറ്റുള്ളവയെല്ലാം അക്ഷാസ്ഥികൂടത്തിലാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. യെസ്. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇതുപോലെ തന്നെ തലയോട്, നട്ടെല്ല്, വാരിയലുകൾ തന്നിട്ടുണ്ടല്ലേ. ഇനി അപ്പുറത്തെ സൈഡിൽ അസ്ഥികളുടെ എണ്ണവും തന്നിട്ടുണ്ട്. ഇതിൽ അക്ഷാസ്ഥികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം വാരിയലിൽ 24 അസ്ഥികൾ. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് 1 ആണ് കറക്റ്റ് ആൻസർ. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A, B എന്നീ സന്ധികളുടെ പേരെഴുതാനാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എ എന്താണ്, ഗോളരസന്ധിയാണ് അല്ലേ. ഗോളരസന്ധി. ബി ആണെങ്കിൽ വിജാഗിരിയാണ് അല്ലേ. യെസ്, വിജാഗിരി സന്ധി. ഓക്കെ ആണല്ലോ. എയും ബിയും അവയുടെ ചലനത്തിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഗോളരസന്ധി എന്താണ്, എല്ലാ വശത്തേക്കും നമുക്ക് ചലിപ്പിക്കാൻ കഴിയും അല്ലേ. പക്ഷെ വിജാഗിരി ആണെങ്കിലോ ഒരു വശത്തേക്ക് മാത്രം. ഓക്കെ ആണല്ലോ. എയിൽ ഗോളരസന്ധിയിൽ നമുക്ക് എല്ലാ വശത്തേക്കുള്ള ചലനം സാധ്യമാക്കും. എന്നാൽ വിജാഗിരി സന്ധി എങ്ങനെയാണ്, ഒരു വശത്തേക്ക് മാത്രമുള്ള ചലനമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അസ്ഥികൂടത്തിൻ്റെ ഈ ഭാഗത്തുനിന്ന്, അസ്ഥിയുടെ ഭാഗത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ അസ്ഥികൾക്ക് ഉറപ്പും ബലമൊക്കെ നൽകുന്നത് ഏതാണ്, കാൽസ്യം ആണല്ലേ. അപ്പോൾ ഈ കാൽസ്യം അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് വിറ്റാമിൻ ഡി ആണ്. ഓക്കെ ആണല്ലേ. വിറ്റാമിൻ ഡി എവിടെ നിന്ന് കിട്ടുക, സൺലൈറ്റിൽ നിന്ന് കേട്ടോ, സൂര്യപ്രകാശത്തിൽ നിന്നാണ് വിറ്റാമിൻ ഡി കിട്ടുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് ഒരുപാട് ലെങ്ത് ആയി പോവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പേശികളെക്കുറിച്ച് പറഞ്ഞു, പല്ലിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു, അസ്ഥികൂടം പറഞ്ഞു, പിന്നെ നമ്മളെ ഫൈലം അല്ലേ, കോഡേറ്റ, അങ്ങനെ ഒരുപാട് ഫൈലം ഉണ്ട്, അതിൻ്റെ സവിശേഷതകളൊക്കെ പറഞ്ഞു. പിന്നെ ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം അല്ലേ, പിന്നീട് നമ്മളെ വാസക്ടമി, അങ്ങനത്തെ കുറച്ച് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ ആണല്ലോ. ഓൾ ദി ബെസ്റ്റ്.